ഘടിപ്പിച്ചിട്ടുണ്ടാവും. റബ്ബിമാരും മതപുരോഹിതന്മാരാണ്, ജൂത പുരോഹിതന്മാരാണ്. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ടെക്നോളജിയുടെ കാര്യത്തിൽ അഗ്രഗണ്യന്മാരായ ഈ ജൂതന്മാർ ഈ വിശ്വാസ തീവ്രതയുടെ കാര്യത്തിൽ ഇത്ര യാഥാസ്ഥിതികന്മാരായി ഇവരെങ്ങനെ മാറി എന്നെനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഏറ്റവും പുതിയ ആധുനിക യുദ്ധോപകരണങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ, ഏറ്റവും പുതിയ സ്പൈ ക്യാമറകൾ കണ്ടുപിടിക്കുമ്പോൾ, ഏറ്റവും പുതിയ നയതന്ത്ര ടെക്നോളജികൾ കണ്ടുപിടിക്കുമ്പോൾ, മറുഭാഗത്ത് ഇവർ യാഥാസ്ഥിതികമായ ചിന്തയുടെ ഒരു ലോകത്തുമാണ്. ഇതൊരു വല്ലാത്ത വിചിത്രമായ ഉത്തരം കിട്ടാത്ത ഒരു പ്രശ്നമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ പടിഞ്ഞാറൻ മതിലിൻ്റെ സമീപത്തേക്ക് എത്തുമ്പോൾ പല വേലികൾ കെട്ടിയിട്ടുണ്ട്. ഈ ഓരോ വേലിയും കടന്ന് ഞാൻ മുന്നോട്ട് ആരോടും ചോദിക്കാതെ അങ്ങ് പോവുകയാണ്. അപ്പോൾ എനിക്കൊരു സംശയമുണ്ട്, ഇത് പല വിഭാഗം ആളുകൾക്ക്, അതായത് ഇവരുടെ പുരോഹിതന്മാർക്ക് മാത്രം ചെല്ലാവുന്ന സ്ഥലമുണ്ടോ, അതോ ചില പ്രത്യേകതയുള്ള ആളുകൾക്ക് മാത്രം ചെല്ലാവുന്ന സ്ഥലമുണ്ടോ, എനിക്കൊന്നും അറിയത്തില്ല. എനിക്ക് ഈ ജൂത വിശ്വാസ പ്രമാണങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെ തീവ്രമായ വശങ്ങളെക്കുറിച്ച് എനിക്ക് വലിയ നിശ്ചയമില്ലാത്തതുകൊണ്ട് ധൈര്യപൂർവ്വം അങ്ങ് നടന്നു. ഞാൻ ക്യാമറ ഓൺ ചെയ്ത് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ നടന്ന് അപ്പോൾ മുന്നോട്ടാണ് നടക്കുന്നത്, കിഴക്കോട്ട് നടക്കുകയാണ്, മതിലിനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു 20 അടിയോളം ഉയരമുള്ളൊരു വലിയ മതിലുണ്ട്. കൂറ്റൻ കല്ലുകൾ പടുത്ത് ചതുരക്കട്ട പോലെ കൂറ്റൻ ചുണ്ണാമ്പ് കല്ലുകൾ കെട്ടിപ്പടുത്ത ഒരു വലിയ മതിൽ. അതായത് അതൊരു 2000-3000 വർഷത്തിൻ്റെ പഴക്കം ഉണ്ടെന്ന് കാണുമ്പോൾ തന്നെ അറിയാം. പുരാതനമായ ആദ്യത്തെ ജെറുസലേം ദേവാലയത്തിൻ്റെ മതിലിൻ്റെ അവശിഷ്ടമാണതെന്ന് തന്നെയാണ് ഇപ്പോഴും അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിനോട് ചേർന്ന് നിന്ന് അതിന്മേൽ നെറ്റിമുട്ടിച്ചുകൊണ്ട്, അതിൽ പിടിച്ചുകൊണ്ട്, അതിൽ തലയിടിച്ചുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആളുകളെ നമ്മളവിടെ കാണുന്നത്. ഇവരുടെ വിശ്വാസ തീവ്രതയുടെ ആഴവും ദൃഢതയും നമ്മളെ അമ്പരപ്പിക്കും. ഞാൻ കൂടുതൽ പല വേലികൾ കടന്നതിനടുത്തേക്ക് ചെന്നു. ഈ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടേയിരുന്നു. പലതരം പ്രാർത്ഥനകൾ, പല രീതിയിൽ ലോകത്തെ മുഴുവൻ മറന്നു നിന്ന് പ്രാർത്ഥിക്കുന്നവർ. ചിലരിങ്ങനെ നിന്ന് ആടുകയാണ്. ഇവരുടെ പ്രാർത്ഥന പ്രത്യേക